ഒരു ടിക്കറ്റ് തന്നെ. കിട്ടോ? ആര്? 30 കിട്ടുമോ? 30-35 ബ്ലാക്കിലാ പോയി 11 പടം കാണും. അതാവുമ്പോ 30 തന്നെ കിട്ടും. My love. അർജുൻ റാം, ഇതൊരു പഴയ ടെക്നിക്കാ. ഈ റോസാപ്പൂ അത് പോട്ടെ. How about a test? പറയുമ്പോ അർജുൻ ഒഫൻഡഡ് ആവരുത്. I want to test your love for me. Yes, yes. ഇതെന്റെ ഏറ്റവും ഫേവറേറ്റ് റെഡ് സ്കാർഫ് ആണ്. ഈ വരുന്ന ജൂൺ 15 നമ്മുടെ കോളേജിൽ ഡബിൾസ് ഡേ ആണ്. ഈ ഫാൻസി ഡ്രസ് ചെയ്ത് മാസ്ക് ഒക്കെ വെച്ച് വരുന്ന ഡേ. ഈ സ്കാർഫ് ജൂൺ 15 നൈറ്റ് വരെ അർജുന്റെ കയ്യിൽ ഉണ്ടാവുമെങ്കിൽ കരീഷ്മ മേനോൻ ഈ റോസ് വാങ്ങും. എങ്ങനെയുണ്ട്? സിനിമയിൽ മാത്രം കാണുന്ന ഒരു സീൻ കാണിച്ചതല്ലേ? ഹലോ രോഹിത്, I need you now. Look, ആ അർജുൻ ഓഡിറ്റോറിയത്തിൽ വന്ന് എൻ്റെ റെഡ് സ്കാർഫ് എടുത്തോണ്ട് പോയി. You know? Just like that. എനിക്കിപ്പോൾ ആ സ്കാർഫ് വേണം. Right now. Can you bring it for me? ഈ റൊമാൻസ് ആണ്. ഇനി ക്ലിയോപാട്ര നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ആക്ഷൻ ത്രില്ലർ. I guess this scarf belongs to someone else. ഓഹോ, അവള് കോമ്പറ്റീഷൻ തുടങ്ങി കഴിഞ്ഞു. വാരിയർ നമ്പർ 1 ബോക്സിംഗ് ചാമ്പ്യൻ രോഹിത്. അങ്ങനെ രോഹിത് മടിയായി. പോ, നല്ല ആണുങ്ങൾ വേറെ ഉണ്ട്. സൂപ്പർ ഫൈറ്റിംഗ് മെഷീൻസ് ഫ്രം ദ സ്ട്രീറ്റ്. നിങ്ങളുടെ മകളെ ഞാൻ പ്രേമിക്കുന്നു സാർ. അവൾക്ക് വേണ്ടി ചാവാൻ പോലും ഞാൻ തയ്യാറാണ് സാർ. അവളെ ആരെങ്കിലും ചെറുതായി ഒന്ന് നോവിച്ചാൽ അടിച്ച് ഞാൻ അവന്റെ കരണക്കുറ്റി അളക്കും. അവളെ എന്നിൽ നിന്ന് മറത്തു മാറ്റാൻ ആ സാറിനോ മാറത്തിനോ കഴിയില്ല. ആ എത്ര ഗുണ്ടന്മാരെ വേണമെങ്കിലും വിട്ടോളൂ സാർ. എന്റെ കയ്യിലാകെയുള്ളത് കവിലമേ കത്തി തരൂ. മുരിങ്ങക്കൈയല്ല, എന്റെ കയ്യിലാകെയുള്ളത് ഈ കത്തിയാണ്. ഇനി എനിക്ക് ഈ കത്തി വേണ്ട സാർ. കത്തി പോയി, കാലം പോയി. എന്റെ ഏറ്റവും വലിയ ആയുധം എന്റെ പ്രേമമാണ് സാർ. എന്റെ പ്രേമം. തൂണി ചരിയുന്ന കഴിഞ്ഞാൽ പെണ്ണെ കൊണ്ടാൻ പറ്റും. നിങ്ങളുടെ ഇറങ്ങിയേ, എന്നിട്ട് ഞാൻ ചെയ്തതാണ് ചെയ്യാം. 8 വയസ്സുള്ള ചെറുക്കന് പള്ളിക്കുടത്തിൽ പോയി കാണിക്കാനുള്ളതാണോ നീ പറഞ്ഞു കൊടുക്കുന്നത്? ഗുണ്ട, പ്രേമം, കത്തി, എന്തെങ്കിലും നല്ലത് പഠിപ്പിച്ചു കൊടുത്തൂടെ അവന്? അമ്മയ്ക്ക് പ്രേമത്തെ കുറിച്ച് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. മോനി കത്തി കൊണ്ടാകത്തോട്ട് മാമ കത്തിഞ്ഞോണ്ടോ? ഇത് ഇല്ലാത്ത അഭിനയം ഒരു കാര്യം ചെയ്യും, കത്തിയിൽ ഈ മോനെ അകത്തുപോയി വേറെ എന്തെങ്കിലും സുനെടുത്തുണ്ടെന്ന് മാമൻ കാണിച്ചോരെന്ന് കാണിക്കേ കേട്ടോടാ. ആക്ഷൻ. കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കണം കടവാവില്. ഡയലോഗ് ഞാൻ അവളെ പ്രേമിക്കുന്നു സാർ. ഉള്ളിന്ന് വരട്ടെ. ചിരിക്കണ്ട മോനെ. മാമന്റെ മുഖത്തൊന്നും മോൻ കണ്ടില്ലേ? അതിന് മാമന്റെ മുഖത്ത് എന്തോന്നാ പറയണത്? എടാ ഭാവം, അഹംഭാവം. നീ വായിച്ചു കൊടുത്താൽ മതി, ഡയറക്ഷൻ ഞാൻ ചെയ്തോളാം. നീ ആ ഡയലോഗ് പറയും. എടാ നീ ഒരു കാമുകനല്ലേ? വിരിയട്ടെ. മൊട്ടേന്നൂരിയാത്ത ചെക്കൻ്റെ അടുത്തല്ല നെഞ്ചുരിക്കാൻ പറയണത്. ഡയലോഗ് പറയടാ.
സാധിച്ചാ വിഴുങ്ങലടി. മാഡത്തിൽ നിന്ന് തന്നെ അർത്ഥം മാറ്റാൻ സാറിന് കഴിയില്ല സാർ. ഈ കത്തി എനിക്ക് വേണ്ട സാർ. അയ്യോ എനിക്ക് സമ്മാനം കിട്ടിയ പേന. അയ്യോ എന്റെ അമ്മച്ചി. എടാ കുരുത്തം കെട്ടവനെ, നീ കത്തിക്കോരെ എന്റെ പേനാണോ എടുത്തോണ്ടേ? ഓടാ. അവന്റെ ഒരു മിമിക്രി മോണാക്ട്. നിന്റെ അച്ഛനോട് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ കൊണ്ടേ കാണിച്ചാൽ നിനക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയേനെ. എടാ ഒരു പേന എന്നല്ലോ, അവൻ കൊച്ചല്ലേ. എനിക്ക് കിട്ടിയ സമ്മാനം അത്. എന്റെ കരിഷ്. ആരെ? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സോറി പെങ്ങളെ, അളിയനെ ഞാൻ മനസ്സിൽ തെണ്ടിന്ന് വിളിച്ചു.